ഹാപ്പി മദേഴ്സ് ഡേ. കുഴപ്പമൊന്നുമില്ലല്ലേ ഇതില്? ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയാം. അപ്പൊ ഇതാ നമ്മള് തുറക്കാൻ പോവാണ്, എന്താണ് ഉണ്ടാവുക നോക്കാം. ഹായ്, അപ്പം എല്ലാവർക്കും സുഖല്ലേ? അപ്പൊ നമ്മൾ ഇന്ന് എന്താ ചെയ്യാൻ പോണ സൈബ? ഇന്നത്തെ വീഡിയോ എന്തായാലും ഈല് എ തൊട്ട് സെഡ് വരെയുള്ള സ്പെല്ലിങ്സ് ഉണ്ട്. ഏതില്? അപ്പൊ നമ്മള് ഇതിന്ന് 3 ലോട്ട് എടുക്കണം. ആ ലോട്ടിലത്തെ ഏതാണ് ഇപ്പൊ നമുക്ക് ഒരു എയും സിയും കിട്ടി വിചാരിച്ചോ. പിന്നെ മൂന്നെണ്ണം വെച്ചിട്ടായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത്. അപ്പൊ അത് വെച്ചിട്ടുള്ള കുറച്ച് ഫ്രൂട്ട്സ് വെച്ചിട്ട് നമ്മള് 3 സ്പെല്ലിങ്സ് എടുക്കും. ആ 3 സ്പെല്ലിങ്സ് ബ്ലെൻഡ് ചെയ്തിട്ടുള്ള ജ്യൂസ് എന്താണോ കിട്ടുന്നത് അത് കുടിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ നോക്കണം. അടിപൊളിയായിരിക്കോ? നല്ല അടിപൊളിയായിരിക്കും. കാരണം മിക്സഡ് അല്ലേ? അതെ അതെ, വെച്ചിട്ടുള്ള നമുക്ക് നോക്കണം സ്പെല്ലിങ്സ് വെച്ചിട്ട് ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അറിയില്ല. അപ്പൊ നമ്മൾ ഇത് എടുത്തതിന് ശേഷം നമ്മൾ തപ്പി നോക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും എങ്ങനെയുണ്ട് നോക്കട്ടോ. കാരണം 2 ഒക്കെ ആകുമ്പോൾ പിന്നെ കുഴപ്പമില്ല, 3 ബ്ലെൻഡ് ആയിട്ട് എങ്ങനെ ടേസ്റ്റ് ഉണ്ടാവും എന്നുള്ളതൊക്കെ നമുക്ക് നോക്കണം. ചെലപ്പോ നമ്മള് കുറച്ച് പാടുപെടും. ഓക്കെ, സൈബ എടുത്തോ 3 ഫസ്റ്റ് ഞാന് ഒന്നെടുത്ത് നോക്ക്. ഈ ആട്ടോ ആദ്യം കിട്ടിയത് ഈ ആണ്. ഓക്കെ, അടുത്തെടുക്ക്. അടുത്തെന്താ? അടുത്തത് എല്ല്. അടുത്തത് എല്ലാണ് കിട്ടിയിട്ടുള്ളത്. അടുത്തെടുക്ക്. അടുത്ത ജി. ഇതൊക്കെ വെച്ചിട്ട് ഫ്രൂട്ട്സ് ഉണ്ടോ? ഫ്രൂട്ട്സും വെജിറ്റബിളും പറ്റൂട്ടോ. ജി വെച്ചിട്ട് എന്താ ഉള്ളത്? ഗ്രേപ്സ് ഉണ്ട്. ഓക്കെ, ജി വെച്ചിട്ടുള്ളത് കിട്ടി. പിന്നെ ഏതൊക്കെയായിരുന്നു? എല്ല് വെച്ചിട്ട് എന്താ? ലെമൺ. ഓക്കെ, പിന്നെന്താ? ഈ വെച്ചിട്ടെന്താ? ആപ്പിൾ ആണോ? ഈ വെച്ചിട്ടുള്ളത് നമ്മളൊന്ന് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കട്ടെ കേട്ടോ. അപ്പൊ വാ സൈവ, നമുക്ക് ഈ എല്ല് വെച്ചിട്ട് കിട്ടി, അതേമാതിരി തന്നെ ഈ ജി വെച്ചിട്ടും കിട്ടി അല്ലെ. ഗ്രേപ്പ് ഉണ്ട്, ലെമൺ ഉണ്ട്. ഇനിയുള്ള ഏതാണ്? ഈ അല്ലേ? ഈ വെച്ചിട്ടുള്ള കിട്ടണം. ഉമ്മ ഇതെന്താ നിങ്ങള് ഈ വെച്ചിട്ട് ഏത് ഫ്രൂട്ട്സാ ഉള്ളത്? ഫ്രൂട്ട്സോ വെജിറ്റബിളോ എന്തെങ്കിലും? ഈ വെച്ചിട്ടില്ല സൈബ? എന്തെങ്കിലും ഉണ്ടോ? ഈ വെച്ചിട്ട് ഈ വെച്ചിട്ട് അറിയില്ല? അനാർ എങ്ങനെയല്ലേ വരാ? പൊടി. ഈ വെച്ചിട്ട് സത്യം പറഞ്ഞ ഒരു സാധനം ഉണ്ട്, അത് ഇതില് പെടുന്നൊക്കെ അറിയില്ലേ? എഗ്. എന്തെങ്കിലും അപ്പൊ ഈ വെച്ചിട്ട് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് സ്റ്റക്കായി നിൽക്കുക കേട്ടോ. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോ പല ജാതി സാധനങ്ങളാണ് കാണുന്നത്. ഇല്ല, ഈ വെച്ചപ്പോ ഞാൻ എന്താ വെച്ചാൽ കാണുന്നത് എന്താ വെച്ചാല് ഈ എഗ്ലാൻഡോ അങ്ങനെ എന്തോ പറഞ്ഞൊരു ഫ്രൂട്ട്സ് ആണ് ഇവിടെ കാണുന്നത്. ഈ വെച്ചിട്ട് നമുക്ക് കിട്ടാനില്ല കേട്ടോ. ബട്ടറിന് ബി അല്ലേ വരാ? അപ്പൊ നമുക്ക് ഈ കിട്ടിയിട്ടില്ല. ഈ ഒരു കിട്ടാത്തതിനെ കൂടെ നമ്മൾ ലേശം ഒന്ന് പണി പെട്ടിരിക്കുകയാണ്. അപ്പൊ എന്തായാലും ഇത് മാറ്റാൻ പറ്റില്ല. ഇതെന്തായാലും ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പോകുന്നുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ ചലഞ്ച്. അതേപോലെ തന്നെ ഇന്ന് പറയാനുള്ള ഒരു സംഭവം എന്താ വെച്ച് കഴിഞ്ഞാല് ഇന്ന് എന്താണ് സൈബ സ്പെഷ്യൽ? ഹാപ്പി മദേഴ്സ് ഡേ. കിട്ടി. അപ്പം അതേമാതിരി ഈ നല്ലൊരു ഫ്രെയിമാണ്. ഉമ്മ അങ്ങോട്ടൊന്ന് നോക്കി, കണ്ടില്ലേ? മദേഴ്സ് ഡേക്ക് കാണിക്കാൻ പറ്റിയ നല്ലൊരു ഫ്രെയിമിലാണ് ഉമ്മ ഉള്ളത്. ഇതൊക്കെ കാണുമ്പോ നിങ്ങൾ വിചാരിക്കും ഉമ്മക്ക് ഒരു ഗ്യാസ് വാങ്ങി കൊടുത്തൂടെ, എന്തിനാണ് ഇങ്ങനെ കഷ്ടപ്പെടുത്തണെന്ന്. ഇത് ഇമ്മക്ക് ഇതിൽ വെച്ചാലേ ഇഷ്ടപ്പെടുള്ളൂ എന്നാണ് ഉമ്മ പറഞ്ഞത്. ഇതിൽ വെച്ചാൽ അടിപൊളിയാവുന്നു, അതുകൊണ്ടാട്ടോ. അപ്പുറത്ത് ഗ്യാസ് ഒക്കെ ഉണ്ട്. അതേമാതിരി ഇമ്മന്റെ വിറക് ശേഖരണം കണ്ടില്ലേ? ഇമ്മ ഫുള്ള് ഇപ്പളാ ഞാൻ വിറക് കത്തിക്കണത്. മരുക്കള് വന്ന് കാണുന്നുണ്ടെങ്കിൽ വിറക് കത്തിക്കണം, അടുപ്പിൽ കത്തിക്കണം, അതേ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ എന്ന് പറയുമ്പോൾ വിചാരിക്കില്ല ഇതുവരെ നിങ്ങൾ ചെയ്യാതെ. നിങ്ങളെ ഉമ്മന്റെ ബുദ്ധി വിമാനം തന്നെയല്ലേ സൈബ? അതെ 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 അതെ. ഇത് നിങ്ങള് മക്കളോട് ചെയ്യണതൊക്കെ നിങ്ങളെ മോക്ക് അപ്പുറത്ത് പോയാലും കിട്ടൂട്ടാ. എഗ് പറ്റില്ല. എന്താണ്? അല്ല, ഈത്തപ്പഴം. ഇംഗ്ലീഷിൽ പറഞ്ഞ പേര് നോക്കണ്ടല്ലോ. പക്ഷെ നമ്മള് ABCD അല്ല എടുക്കണേ. നമുക്ക് തൽക്കാലം അങ്ങനെ യൂസ് ചെയ്യാം. കാരണം എല്ലാ സ്പെല്ലിങ്ങിനുള്ള സാധനം ഇതിൽ കുറെ സംഭവങ്ങൾ കാണിക്കുന്നുണ്ട്. ഏളി എന്തോ മാംഗോ എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. അതേപോലെ എഗ് ഫ്രൂട്ട് എന്ന് പറഞ്ഞിട്ട് കാണിക്കുന്നുണ്ട്. വഴുതനന്റെ ഫോട്ടോ കാണിച്ചിട്ട് ഒരു സാധനം കാണിക്കുന്നുണ്ട്. വഴുതനക്ക് എന്താ പറയാന്ന് എനിക്കറിയൂടാ. അങ്ങനെ എന്തോ ഉണ്ട്, ഇംഗ്ലീഷിൽ എന്തോ പറയും തോന്നുന്നുണ്ടല്ലേ സൈബ? എന്തായാലും നമ്മളിതിപ്പോ ഇപ്രാവശ്യം ഈത്തപ്പഴം ആക്കിയിട്ടുണ്ട്.
അപ്പൊ എന്തൊക്കെയാണ് അറിയോ? ലെമണും ഗ്രേപ്പും. ലെമണ്, ഗ്രേപ്പ്, ഈത്തപ്പഴം. അപ്പൊ ഇതാക്കിയാ മതി. ഏത് നട്സിൽ ഈത്തപ്പഴം ഇത് ഗ്രേപ്സ് മറ്റേത് ആക്കിക്കോളിയും. ബാബാ നടക്ക്. ഇതെന്താ തിരി അന്റേതാണ് എനിക്ക് മനസ്സിലായി. തിരി ഇതെന്താണ്? പൂമ്പാറ്റ എന്ന് നടന്ന ഈ കേട്ട് നടന്ന നമ്മള് പുറത്തൊക്കെ പോയിട്ട് മുന്തിരിയും അതേപോലെ തന്നെ അതായത് ഗ്രേപ്പ് ആൻഡ് ലെമണ് അല്ലേ ഇതവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഗ്രേപ്പ് വാങ്ങിയിട്ടുണ്ട്, അതേമാതിരി തന്നെ ലെമൺ വാങ്ങിയിട്ടുണ്ട്. ഇത് മാറ്റി വെക്ക്. അതെ, ഇത് കഴുകണം. ആൻഡ് അതേമാതിരി തന്നെ നമ്മൾ ഇത് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഈത്തപ്പഴം നമ്മൾ ഇതിന് ഡേറ്റ്സ് എന്ന് പറയുന്നില്ല, ഈത്തപ്പഴം എന്നേ പറയുന്നുള്ളൂ. അല്ല സൈബ, നമ്മൾ പരീക്ഷിച്ച് നോക്കിയിട്ട് ടേസ്റ്റ് ഉണ്ടോ ഇല്ലേ എന്ന് പറഞ്ഞുതരാം, എന്നിട്ട് നിങ്ങൾക്ക് പരീക്ഷിക്കാം. അതെ 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 അതെ. ഷെഫ് സൈബയാണ് ഇന്ന് ഈ സാധനം ചെയ്യാൻ പോകുന്നത് അല്ലേ സൈബ? അത്രേ ഉള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ ഇത് ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വെള്ളത്തിലിട്ട് കുതിർത്താൻ വെച്ചിട്ടുണ്ട്. ആൻഡ് ഈ ലെമണ് കുഴപ്പമില്ല. ഈ മുന്തിരി നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പൊ കൊണ്ടുപോയിട്ട് നന്നായിട്ട് കഴുകണം. അപ്പൊ അതെ നമ്മള് മുന്തിരി കഴുകാൻ പോകും അല്ലേ സൈബ? അപ്പം നല്ല കഴുകി സെറ്റാ സൈബ? നല്ലോണം ഇളക്കിക്കോ. നല്ലോണം ഇളക്കിട്ട് അത് മഞ്ഞപ്പൊടിന്റെ ചോയ ഉണ്ടാവോ? പക്ഷെ നല്ല രസമുണ്ട് കേട്ടോ. നല്ല സേവ മുന്തിരി ആ കളറിൽ ഇങ്ങനെ കാണാൻ നല്ല രസമുണ്ട്. അപ്പം നമ്മൾ കുറച്ചു നേരം ഇതിനൊരു 10 മിനിറ്റ് നമ്മൾ ഇതൊന്ന് റെഡി ആവാൻ വേണ്ടിട്ട് വെക്കുകയാണെങ്കിൽ സൈബ ആ 10 മിനിറ്റ് കഴിഞ്ഞിട്ട് കാണാം. വെള്ളത്തിലിട്ട് വെച്ചത് വെള്ളം മാറ്റി വെച്ചിട്ടുണ്ട്. അതേമാതിരി തന്നെ സൈബയുടെ സൈബദാ ഷെഫിന്റെ ഡ്രസ് ഇട്ടിട്ടുണ്ട് അല്ലേ സൈബ? സൈബക്ക് ഒരു തൊപ്പി കൂടി വേണം അല്ലേ? നമ്മളെന്തായാലും ഇതൊരു കുറച്ച് സീരിയസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ഇതേമാതിരി സ്പെല്ലിംഗ് എടുത്തിട്ട്. സോ സൈബക്ക് ഒരു തൊപ്പിയും കൂടി സെറ്റ് ആക്കണം സൈബ. അതെന്തായാലും നമുക്ക് നാളെ സെറ്റ് ആക്കിക്കോളൂ അല്ലേ? അടുത്ത മുതൽ നമ്മൾ സൈബക്ക് ഒരു തൊപ്പി കൊടുക്കുന്നതായിരിക്കും, കാരണം സൈബാണല്ലോ ഷെഫ് അല്ലേ? അപ്പം എനിക്കും സൈബക്ക് ഒരു തൊപ്പി എന്തായാലും നമ്മൾ ചെയ്യുന്നതായിരിക്കും. അപ്പൊ നമ്മൾ സാധനങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. മുന്തിരി ഇതാ കഴുകി ഇവിടെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ട്. ലെമൺ ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ കത്തി വേണം. അതേമാതിരി തന്നെ കാരക്കന്ന് നമ്മൾ കുരു കളയണം അല്ലേ സൈബ? സൈബ കാരക്കന്റെ കുരു കൊണ്ട് ജ്യൂസ് അടിക്കുക, അതറിയോ? ലെമൺ എന്ത് ഇമ്മ പറയാണ് ലെമൺ എന്ന് പറഞ്ഞിട്ട് ഇതാണ് എടുത്തോണ്ടെന്ന്. എല്ലാം വെച്ചിട്ടാവുമ്പോ ലെമൺ അല്ലേ? പിന്നെ ഓറഞ്ച് എങ്ങനെ ലെമൺ ആവാ? നാരങ്ങാന്ന് ഇത് മലയാളത്തിൽ പറയുന്നതുള്ളൂ. പൊട്ടത്തരം പറയരുത്. അതമ്മ ഞമ്മക്ക് വേണ്ടിട്ട് ഹെൽപ്പ് ചെയ്തിരുന്നുണ്ട്. സൈബക്ക് ഇതൊന്നും അറിയില്ല. സൈബ അറിയായിട്ടല്ല കുരു ഒഴിവാക്ക്. 4ന്റെ അമ്മ ലെമണ് നാരങ്ങ എന്നുള്ളത് നിങ്ങൾക്ക് രണ്ടിനും നാരങ്ങ പറയും. ഇത് അങ്ങനല്ല ഇതിന്റെ പരിപാടി. നിങ്ങൾക്ക് കുടിക്കാൻ ടേസ്റ്റ് ഉള്ളത് നോക്കിട്ടല്ല ചെയ്യണത്. ഇതെന്താ സംഭവം? ഇത് നമ്മള് ലെറ്റേഴ്സ് വേസ്റ്റ് ആക്കണില്ല. നമ്മൾ കുറച്ച് ഉണ്ടാക്കണുള്ളൂ. ഒരു ഗ്ലാസ്സിലേക്കുള്ളത് മതി. നമ്മള് 2 നമ്മള് ഫുഡ് വേസ്റ്റ് ആക്കണില്ല. നമ്മള് ഇത് ടേസ്റ്റ് നോക്കിട്ട് നമ്മള് പിന്നെ ടേസ്റ്റ് ഉണ്ടെങ്കിൽ ഉണ്ടാക്കുള്ളൂ. ഒരു ഗ്ലാസ്സിലേക്കുള്ളത് ഉണ്ടാക്കും. ഇത് എന്താ സംഭവം അറിയോ? 3 ലെറ്റേഴ്സ് എടുക്കും നമ്മള്. അത് നോക്കണ്ട പോയി. നമുക്ക് കിട്ടിയ സാധനം കറക്റ്റ് കിട്ടിക്കണോ? സാധനം കിട്ടിക്കണോ? അപ്പൊ ഇതാ ഇവര് ലെമൺ ഇതാ ഉണ്ടാക്കുന്നുണ്ട്. ഇത് ഇമ്മയാണ് കേട്ടോ. മദേഴ്സ് ഡേയിൽ ഇമ്മയാണ് കുടിച്ചു നോക്കാൻ പോകുന്നത്. ഉമ്മ ഇപ്പൊ എന്തൊക്കെ പൂവൊക്കെ തിന്നിട്ട് ആൾക്കാർ മരിച്ചൊക്കെ പോയിണ്. അരളിപ്പൂ തിന്നിട്ട് ചെടികളും പൂക്കളും എന്ത് പൂവാണെന്നുണ്ടെങ്കിൽ തിന്നാ നിൽക്കരുതാ. ഉമ്മക്ക് കൊണ്ടുപോയി കൊടുക്കാം. കളിക്കാൻ പോകുമ്പോ ശ്രദ്ധിക്കാം. ഉമ്മ തിന്നിട്ട് ടേസ്റ്റ് ഉണ്ടെങ്കിൽ പറഞ്ഞു. മതി കുറച്ച്. കാരണം വേണമെങ്കിൽ നാരങ്ങ നിങ്ങൾ കൊറേ പീഞ്ഞണോ? കുറച്ച് നമ്മള് ആവശ്യത്തിന് നമ്മള് കാരക്ക ചേർക്കുക അല്ലേ? അല്ല അത് കുറച്ച് പോരാ. ഇനി കുറച്ച് നമ്മള് കൂടുതൽ സേബാണ്. നിങ്ങൾ മാറിയാണ്. ഇനി ആവശ്യത്തിലേറെ നമ്മൾ മുന്തിരി ഇടാൻ പോവാണ് സേബ. അതെ, അതിന്റെ ഒരു കളർ വരണം. അതാണ് നമ്മളെ ഇത്. അപ്പൊ ഇട്ടൂട്. കുറച്ചും കൂടി ഇട്ടൂട്. എന്താണ് ഈ കാട്ടുന്നത്? ആ കുഞ്ഞി കയ്യിൽ അത് കൊള്ളായിട്ടോ. നമ്മൾ അത് മനസ്സിലാക്കണം. കയ്യിൽ കഴിപ്പാ
മുന്തിരിന്റെ കളർ തന്നെ കേട്ടോ വരുന്നത്, മുന്തിരിന്റെ അതേ കളറാണ് വരുന്നത്. ഇപ്പൊ ഇതാ നമ്മൾ തുറക്കാൻ പോവാണ്, എന്താണ് ഉണ്ടാവുക നോക്കാം. ആദ്യം തന്നെ ആദ്യം ഒരു ഗ്ലാസ്സിലേക്ക് ആക്കണമ്മ, ഒന്നുകൂടി അടിയാണ്ട അടിക്കാൻ പോവാണ് കേട്ടാ. നല്ല മുന്തിരിന്റെ കളറിനെ വന്നിട്ടുണ്ട്. മുന്തിരി കൂടുതൽ ഇട്ടതിനും കൂടെ അല്ലമ്മ. ഇത് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് പറയുമ്പോൾ എങ്ങനെയുണ്ടെന്ന് ഞാൻ പറഞ്ഞുതരട്ടോ. സേബിന്റെ കൈപ്പുണ്യം അവിടെ വേണ്ടിയത് നിങ്ങളായിരിക്കല്ലേ കേട്ടാ. ഇങ്ങക്ക് നിങ്ങൾ പണിയൊന്നും എടുക്കണ്ട, നിങ്ങൾ അവിടെ ഇരിക്കി. അപ്പൊ ദാ നമ്മള് സേബിൻ ഞാനും ഉമ്മി കുടിച്ചു നോക്കാൻ പോവാണ്. സേബ ആദ്യം കുടിച്ചു കുടിച്ചോ. പക്ഷെ ടേസ്റ്റ് കുഴപ്പമൊന്നുമില്ലല്ലേ ഇതില്. ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാല് മധുരട്ട് അടിപൊളിയാ തോന്നുന്നു അല്ലേ. ആ ടേസ്റ്റ് ഉണ്ട് കേട്ടോ. ഇതിൽ കൂടുതൽ മുന്തിരി ടേസ്റ്റ്, നമ്മള് മുന്തിരി കൂടുതൽ ഇട്ടതിനും കൂടെ വന്നു ഒരേ മാതിരി ഇട്ടതിന്. പക്ഷെ കുഴപ്പമില്ല, നമ്മൾ എന്തായാലും ഉണ്ടാക്കിയിരിക്കുന്നു. അതേമാതിരി തന്നെ ഈ മുന്തിരി പുളിപ്പില്ലാത്ത മുന്തിരിയാ, അതുകൊണ്ട് നാരങ്ങ നാരങ്ങന്റെ മുന്തിരിന്റെ പുളിപ്പ് ഇടുന്നുണ്ട് അല്ലേ. നാരങ്ങ പുളിപ്പുള്ളായോണ്ട് മുന്തിരിക്ക് പുളിപ്പില്ലാത്ത അങ്ങനെ നാരങ്ങ പുളിപ്പില്ലാത്ത നാരങ്ങ പറഞ്ഞത് ഞാൻ പറഞ്ഞു തന്നെ. അത് നോക്കി എടുത്തപ്പോ ഞാൻ പറഞ്ഞത് തന്നെയല്ലേ. നമ്മളെ ഈ ഒരു ജ്യൂസ്, അതായത് നമ്മൾ ഈ എന്താണ് നമ്മൾ ഈ ജ്യൂസിന് എന്താ പേരിടാൻ പോകുന്നത്? നമ്മൾ എന്തൊക്കെയാണ് ഇതാക്കിയിട്ടുണ്ടായിരുന്നത്? ഗ്രേപ്പ്, അതേമാതിരി തന്നെ ലെമണ്, ഈന്തപ്പഴം, ജിയല്ലി. അല്ലല്ല നമ്മള് മുണ്ടല ജിയല്ലി എന്നാണ് നമ്മൾ ഈ ഒരു ജ്യൂസിന് എന്ത് പേരിടാൻ പോകുന്നത്. ജിഎൽഇ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കാറിന്റെ പേരൊക്കെ ഉണ്ട്. ജിഎൽഎ ആണല്ലോ ഒന്ന്. ജിഎൽഇ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ഈ ജ്യൂസിന് പേരിട്ട്, അതായത് ജി വെച്ചിട്ട് ഗ്രേപ്പ്, ലെമണ് തന്നെ നിങ്ങളത് ട്രൈ ചെയ്തിട്ട് എന്തായാലും കമന്റിൽ രേഖപ്പെടുത്തുക. അതേമാതിരി തന്നെ അടുത്ത വീഡിയോക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുക. ഇതേമാതിരി തന്നെ നമ്മള് എടുത്തിട്ടില്ല സൈബ, ഇതേമാതിരി നമ്മൾ എടുത്തിട്ട് മൂന്ന് ലെറ്റേഴ്സ് എടുത്തിട്ട് ഇതേമാതിരി അടുത്ത ജ്യൂസ്, വെറൈറ്റി ജ്യൂസ് പരീക്ഷിക്കുന്നതായിരിക്കും. അപ്പൊ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുന്ന, അടുത്ത നല്ലൊരു വീഡിയോ ഇട്ട് കാണാം. അതുവരേക്കും അപ്പൊ ഹാപ്പി മദേഴ്സ് ഡേ.